ഞാൻ അതിനിടയ്ക്ക് ബഹുമാനപ്പെട്ട നാരായണൻ നമ്പൂതിരിപ്പാട് പറഞ്ഞ ഒരു കാര്യത്തിൽ തിരുത്ത്, മറ്റൊന്നുമല്ല. മണിപ്പൂർ വിഷയത്തിൽ സഭയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ ആകെ ഉപയോഗിച്ച 2 വാക്കുകൾ അല്ലെങ്കിൽ വാചകങ്ങൾ, മണിപ്പൂർ സംഭവം ഒരു വംശീയ പ്രശ്നമാണ്, നിർഭാഗ്യകരമാണ് എന്നതിലപ്പുറത്ത് ഒരക്ഷരം മറ്റൊന്നും പ്രൈം മിനിസ്റ്റർ പറഞ്ഞില്ല എന്നുള്ളത് ആലോചിക്കണം. ആ പ്രസംഗത്തിൻ്റെ മുഴുവൻ സമയം ഉപയോഗിച്ചത് കോൺഗ്രസിനെ ആക്ഷേപിക്കാനും കോൺഗ്രസിനെ അവഹേളിക്കാനും വേണ്ടി മാത്രമാണ്. അതല്ലാതെ മണിപ്പൂർ വിഷയത്തെക്കുറിച്ച് ഞങ്ങളൊക്കെ ധരിച്ചു മണിപ്പൂർ വിഷയത്തിൽ അദ്ദേഹം വസ്തുനിഷ്ഠമായ ഒരു പ്രസംഗം നടത്തുമെന്നുള്ളതാണ്. പക്ഷെ ഒന്നും നടത്തിയില്ല അദ്ദേഹം. ജസ്റ്റ് അദ്ദേഹം വൈകായിട്ട് പറഞ്ഞു പോയതല്ലാതെ മുഴുവൻ സമയവും പ്രതിപക്ഷത്തെ ആക്ഷേപിക്കാനാണ് ഉപയോഗിച്ചത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ പ്രധാനമന്ത്രി എന്ന നിലക്ക് ഇനിയുള്ള ഈ കാലഘട്ടങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും കൃത്യമായി മറുപടി പറഞ്ഞേ പറ്റൂ. പറയാതിരിക്കുന്നതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളെപ്പോലെ മൻമോഹൻ സിംഗിനോട് തുലനം ചെയ്യാൻ ഒരിക്കലും സാധ്യമല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രധാനമന്ത്രിക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം. ഇനിയുള്ള ഏത് വിഷയമാണെങ്കിലും പ്രതിപക്ഷത്തിന് മുമ്പിൽ പ്രധാനമന്ത്രി മറുപടി പറയേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കും തോന്നുന്നു. അങ്ങനെ ഏത് വിഷയത്തിലും മറുപടി പറയുന്ന ഒരു പ്രധാനമന്ത്രിയായി നമുക്ക് നരേന്ദ്രമോദിയെ എത്രമാത്രം കാണാൻ കഴിയും എന്നുള്ളത് അറിയില്ല. ശ്രീ എം കെ രാഘവൻ, നമ്മൾ കഴിഞ്ഞ തവണകളിലൊക്കെ കണ്ടത്, കഴിഞ്ഞ പാർലമെൻറ്റ് കഴിഞ്ഞ 5 വർഷം കണ്ടത്, പലപ്പോഴും പ്രതിപക്ഷം വളരെ രൂക്ഷമായ നിലപാടുകൾ സ്വീകരിക്കുന്നു, പ്ലക്കാർഡുകൾ ഉയർത്തുന്നു. അതേസമയം തന്നെ സ്പീക്കർ വളരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നു, MP-മാർക്ക് സസ്പെൻഷൻ കിട്ടുന്നു, ചിലപ്പോൾ അത് അനിശ്ചിതകാല സസ്പെൻഷൻ ആവുന്നു. ഇങ്ങനെയൊക്കെ പ്രതിപക്ഷത്തെ ആകെ തന്നെ പരിണിതപ്രജ്ഞരായ MP-മാരെ അടക്കം സസ്പെൻഡ് ചെയ്ത് പുറത്താക്കുന്ന സമീപനമൊക്കെ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനിയും സാധിക്കുമല്ലോ. അല്ല, അതിൻ്റെ അകത്തൊരു കാര്യമുള്ളൂ. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് നമുക്കെല്ലാവർക്കും അറിയാം, പ്രതിപക്ഷ നിരയിൽ ഇന്നത്തെ സ്ട്രെങ്ത് ഉണ്ടായിരുന്നില്ല. ഇന്ന് പ്രതിപക്ഷത്തെ ഭരണപക്ഷത്തോട് തുല്യമായിട്ടുള്ള ശക്തിയായി പ്രതിപക്ഷം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് പ്രതിപക്ഷ കക്ഷികൾ ഒറ്റ സ്വരത്തിൽ സംസാരിക്കുന്നു. ഒരു ശക്തമായ പ്രതിപക്ഷ ഐക്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഏകപക്ഷീയമായി ബില്ല് കൊണ്ടുവരികയും പാസ്സാക്കുകയും ചെയ്യുന്ന രീതിയിൽ ഇനിങ്ങനെ പോകാൻ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. പ്രധാനമന്ത്രി എന്നതിൽ അദ്ദേഹം പല കാര്യങ്ങൾക്കും ഹൗസിൽ, സഭയിൽ മറുപടി പറയേണ്ടി വരും എന്നാണ് എൻ്റെ വിശ്വാസം. ശരി, അത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്.